ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ തലേന്ന് തന്നെ അരിയും ഉഴുന്നും ഒക്കെ കുതിർത്ത് അരക്കാതെ രാവിലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഡ്ഡലിയും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം ഇഡ്ഡലിയുടെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് അവിലാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അവൽ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളവും കൂടി ചേർത്തിട്ട് അവലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു 6-7 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് റവയാണ്. അപ്പോൾ 1 കപ്പ് അവലെടുക്കുന്ന സമയത്ത് 1 കപ്പ് തന്നെ റവയും കൂടി എടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തൈരാണ്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് 1 കപ്പ് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ബാറ്ററിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ റവ കുതിർത്തൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് തരി പോലെയാണ് ഉണ്ടാവുക. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി 1-2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം, ഒന്ന് സോക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ മാവ് ഒന്നുകൂടി തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കുക. അപ്പോൾ ഈ സമയത്ത് വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ കുഴിയിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ ഇഡ്ഡലി ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് 16 ഇഡ്ഡലി, അത് ഈ ഒരു സൈസിലുള്ള 16 ഇഡ്ഡലി ഉണ്ടാക്കാനാണ് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ മുഴുവൻ മാവും ഇതുപോലെ 4 തട്ടിലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ സാധാരണ ഇഡ്ഡലി വേവിക്കുന്ന അത്രയും സമയം തന്നെ മതി, കൂടുതൽ സമയമൊന്നും വേണ്ട. അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് പുറത്തെടുത്തിട്ട് തട്ടിൽ നിന്നും മാറ്റാം. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് തട്ടിൽ നിന്നും മാറ്റുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ മാവ് അരച്ച് വെച്ചിട്ടില്ലെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. നല്ല സോഫ്റ്റാണ്, ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് തന്നെയാണ്, സാധാരണ നമ്മളുടെ ഇഡ്ഡലി പോലെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ നല്ല കോംബോ ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള കട്ട് ചെയ്തതും എരിവിനായിട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴന്ന് കളറ് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട, നന്നായിട്ട് വഴന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സി ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് പൊട്ടുകടല കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം ചിരുവിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചട്നിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കാനായിട്ട് ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളം വേണ്ടത് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിതിലേക്ക് മിക്സി ജാറിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ട് അതുകൂടി ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസായിട്ടുള്ള ചട്നി ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടുമ്പോൾ 2 വറ്റൽമുളക് കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി നോക്കുക. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ദോശയുടെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി, അതായത് ഈ ചട്നിയുടെ റെസിപ്പിയും അതുപോലെ ഇഡ്ഡലിയുടെ റെസിപ്പിയൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.